ഇപ്പം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് BJPയുടെയും NDAയുടെയും നിലപാട് 8 തവണ UDFിൻ്റെ കുത്തകയാക്കിയിരുന്ന നിലമ്പൂർ മണ്ഡലം ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവർ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും UDFിൻ്റെ വിജയമായിട്ട് ഇത് കണക്കാക്കാൻ സാധ്യമല്ല. മറിച്ച് LDFിൻ്റെ വോട്ട് ഗണ്യമായിട്ട് കുറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അതിതീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കോൺഗ്രസിനും UDFിനും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ആര്യാടൻ ഷൗക്കത്തിന് UDFിന് നിലമ്പൂരിൽ വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടായത് UDFിൻ്റെ വിജയമല്ല, LDFിൻ്റെ പരാജയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമായിട്ട് വേണം കണക്കാക്കാൻ. UDFും LDFും മതതീവ്രവാദ സംഘടനകളുമായിട്ട് പരസ്യമായിട്ട് സഖ്യമുണ്ടാക്കി. രണ്ടുപേരും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ തീവ്രവാദ വർഗീയ രാഷ്ട്രീയ പ്രചരണമാണ് നടത്തിയത്. പക്ഷെ എന്നിട്ടും UDFിന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനത്തിലും വോട്ടിൻ്റെ എണ്ണത്തിലും കുറവുണ്ടായി. അതേപോലെ തന്നെ LDFിനും അവരുടെ വോട്ടിൻ്റെ എണ്ണത്തിൽ ശതമാനത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട്. ഈ മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടും 2021 വോട്ടിംഗ് ശതമാനമോ വോട്ടിൻ്റെ എണ്ണമോ രണ്ട് മുന്നണികൾക്കും നിലനിർത്താൻ സാധിച്ചില്ല. മറിച്ച് BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടും അതേപോലെ തന്നെ വോട്ടിംഗ് ശതമാനത്തിലും വർധനവ് വരുത്താൻ സാധിച്ചു. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDFിനും UDFിനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ടിൻ്റെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും കുറവുണ്ടായ സമയത്ത് വോട്ടിൻ്റെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും വർധനവ് വരുത്തിയിട്ടുള്ള ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണിയുമാണ്. മറ്റൊന്ന്, ഏതാണ്ട് UDFിന് കഴിഞ്ഞ തവണത്തേക്കാൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 1440 വോട്ട്, ഇപ്പോൾ കിട്ടിയ കണക്കനുസരിച്ചാണ് ഞാൻ പറയുന്നത്, വോട്ട് കുറവാണ്. സ്വാഭാവികമായി ശതമാനത്തിലും കുറവുണ്ട്. LDFിന് 15,065 വോട്ടിൻ്റെ കുറവ് ഇപ്പോൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കുറവ് കുറച്ചുകൂടി വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല നമ്മൾ നോക്കേണ്ടതുണ്ട്, അവിടെ LDFിൻ്റെ പ്രചരണത്തിന് വേണ്ടി മുഖ്യമന്ത്രി വന്നു, MPമാർ MLAമാർ കേരളം മുഴുവനുള്ള നേതാക്കന്മാർ ബൂത്ത് അടിസ്ഥാനത്തിൽ യാത്ര ചെയ്തു, വർഗീയത പ്രചരിപ്പിച്ചു. നായരെ വീട്ടിൽ നായർ, ഈഴവൻ്റെ വീട്ടിൽ ഈഴവൻ. ഈ തരത്തിൽ തനി ജാതീയതയും വർഗീയതയും മതവുമാണ് LDFും UDFും അവിടെ ചർച്ചയാക്കി മാറ്റിയത്. അവർ പ്രചരണ തന്ത്രം അതായിരുന്നു. പ്രിയങ്ക ഗാന്ധി വന്നു, കോൺഗ്രസിൻ്റെ UDFിൻ്റെയും MLAമാർ MPമാർ മുഴുവൻ തന്നെ 19 ദിവസത്തോടെ ക്യാമ്പ് ചെയ്ത് എന്നിട്ട് പ്രവർത്തിച്ചു. എന്നിട്ടും അവിടെ വോട്ടിൻ്റെ എണ്ണത്തിലോ അല്ലെങ്കിൽ ശതമാനത്തിലോ വർധന വരുത്തിയില്ല. മാത്രമല്ല 2021 ജമാഅത്ത് ഇസ്ലാമി UDFിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, PDP LDFിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഈ വോട്ടൊക്കെ ചേർന്നിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ LDFിൻ്റെയും UDFിൻ്റെയും ജനപിന്തുണ കുറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഭാവി കേരളത്തിൽ LDFിനും UDFിനും ജനപിന്തുണ കുറയുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് നിലമ്പൂരിലെ ജനങ്ങൾ നൽകുന്നത്. മാത്രമല്ല ഇവരുടെ എല്ലാ പ്രചണ്ഡമായ പ്രചരണം, അതുപോലെ തന്നെ LDFിൻ്റെ ഭരണ ദുർവിനിയോഗം, UDFിൻ്റെ കോടികളുടെ പണമൊഴുക്കൽ,
ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വികസനത്തിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾ നിലമ്പൂരിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി. അതാണ് ഈ തെരഞ്ഞെടുപ്പ്, ഈ ഫലത്തിൽ നമുക്ക് ഈ വിധി എഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കാണുന്നത് ഇനി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF ആവട്ടെ UDF ആവട്ടെ ഈ മത തീവ്രവാദികളുമായുള്ള മതഭീകരവാദികളുമായുള്ള ഇവിടെ ബന്ധം ഒരുപക്ഷെ ആവർത്തിക്കും. പക്ഷെ ഞങ്ങൾ ഈ കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പാക് തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം അതിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ തന്നെ ഞങ്ങൾ പ്രചരണം നടത്താൻ വേണ്ടി പോവുകയാണ്. കോൺഗ്രസ് പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പഹൽഗാം കൂട്ടക്കൊലയെ അപലപിക്കാത്ത, ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കാത്ത രണ്ട് സംഘടനകളാണ് ജമാഅത്ത് ഇസ്ലാമിയും PDPയും. ഈ കാരണം അവിടെ പാക് വിധേയത്വമാണ്. ആ രണ്ട് സംഘടനകളെയുമാണ് ഒരു കേവലം 7 മാസത്തെ MLAക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് കൂട്ടുപിടിച്ചത്, മാർക്സിസ്റ്റ് പാർട്ടി കൂട്ടുപിടിച്ചത്. ഇതിനെതിരായിട്ട് രാഷ്ട്രീയ കേരളം പ്രതികരിക്കും, പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ഈ നിലമ്പൂരിലെ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ LDFനും UDFനും എതിരായിട്ടുള്ള തീവ്രവാദ സംഘടനകളുടെ അവർ കൂട്ടുകൂടിയതിനെതിരായിട്ട് വികസനത്തെ എല്ലാ അർത്ഥത്തിനും വിസ്മരിക്കുന്ന വികസന വിരുദ്ധത ഞങ്ങൾ ഈ രണ്ട് മുന്നണികളെയും വികസന വിരുദ്ധത ഞങ്ങൾ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവതരിപ്പിക്കാനുള്ള പ്രേരണയും പ്രചോദനവും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ BJPക്കും NDAക്കും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് BJPയുടെയും NDAയുടെയും ഈ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിന്, ദേശീയതയുടെ രാഷ്ട്രീയത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ഞങ്ങൾക്ക് കൂടുതൽ വിജയം കരസ്ഥമാക്കാനുള്ള പ്രേരണയായി, പ്രചോദനമായിട്ട്, അടിത്തറയായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊരു വിലയിരുത്തൽ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ 2021 BJPയും NDAയും നിലമ്പൂരിൽ കേരളത്തിലെല്ലായിടത്തും രണ്ട് മുന്നണികൾക്കും എതിരായിട്ടാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത്. അവരുടെ വികസന വിരുദ്ധത, ജനാധിപത്യ വിരുദ്ധത, രണ്ട് മുന്നണികളെയും തീവട്ടിക്കൊള്ള, ഇതിനൊക്കെ എതിരായിട്ട് ഞങ്ങൾ പ്രചരണം നടത്തി. നിലമ്പൂരിലും പ്രചരണം നടത്തി. LDFനും എതിരായിട്ട് UDFനും എതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ വോട്ട്. പക്ഷേ ഇപ്രാവശ്യം നിലമ്പൂരിൽ LDFനും UDFനും എതിരായിട്ട് പ്രചരണം നടത്താൻ, മത്സരിക്കാൻ, പ്രചരണം നടത്താൻ രണ്ട് സ്ഥാനാർത്ഥികളുണ്ടായി. ഒന്ന് NDAയുടെ സ്ഥാനാർത്ഥി, രണ്ടവിടെ നിലമ്പൂരിലെ ഈ കഴിഞ്ഞ 21 വിജയിച്ച അൻവർ ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും ആർക്കെതിരായിട്ടാണ്? രണ്ടുപേരും LDFനും UDFനും എതിരായിട്ടാണ് അവിടെ പ്രതികരിച്ചത്, പ്രചരണം നടത്തിയത്, എല്ലാം നടത്തിയത്. അപ്പോൾ LDFനും UDFനും എതിരായിട്ട് 2021 NDA കിട്ടിയ വോട്ട് മാത്രമാണ് ഉണ്ടായതെങ്കിൽ LDFനും UDFനും എതിരായിട്ട് ഇത്തവണ ഏതാണ്ട് 20% ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അൻവറും NDAയും ഒരേ മുന്നണിയിലല്ല മത്സരിച്ചത്, സത്യം. ഞങ്ങൾ തമ്മിൽ യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ രണ്ട് വോട്ടും എന്ന് പറയുന്നത് UDFനെതിരായുള്ള വോട്ടാണ്, LDFനെതിരായിട്ടുള്ള വോട്ടാണ്. ഒരു 30,000 ആളുകൾ രണ്ട് മുന്നണികൾക്കും എതിരായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20% ആളുകൾ രണ്ട് മുന്നണികൾക്കും എതിരായി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് മുന്നണികൾക്കും ഇപ്പം അൻവർ ഞങ്ങൾ VD സതീശനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഞങ്ങൾ ഒരേ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടാണ് കണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന ജനരോഷത്തെ തടയാനുള്ള കവചമാണ് VD സതീശൻ. ഇതാണ് ഞങ്ങൾ ആരോപണം. പക്ഷേ ഇതേപോലെ തന്നെയാണ് അൻവർ പറഞ്ഞത്, പിണറായിസം 75% പിണറായിയാണ് VD സതീശൻ എന്നാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഫുൾ പിണറായിയാണ് സതീശൻ എന്ന് ഞങ്ങളെ കാഴ്ചപ്പാട്. അൻവർ പറഞ്ഞത്
70% പിണറായിയാണ്, വി ഡി സതീശനാണ്. അതിനർത്ഥം ഇവർ രണ്ടുപേർക്കെതിരായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരുടെയും പ്രചരണം. വ്യത്യസ്ത രീതിയിലായിരിക്കാം, ഞങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ എൽ ഡി എഫിനും യു ഡി എഫിനും ഞങ്ങളുടെ രണ്ടുപേരുടെയും വോട്ട് എൽ ഡി എഫിന് യു ഡി എഫിനെതിരായ വോട്ടാണ്. അപ്പോൾ കേരളത്തിൽ ഒരു 20%-ലധികം ആളുകൾ ഇരു മുന്നണികൾക്കും വിധി എഴുതാൻ തയ്യാറാകുന്നു. നേരത്തെ ഇത് ഒരു 4% ഇന്നത് 20%-ലധികം ആയി ഉയർന്നിരിക്കുന്നു. അപ്പോൾ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കൗണ്ട് ഡൗൺ നിലമ്പൂരിലേട് ആരംഭിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വികസനത്തിൻ്റെ രാഷ്ട്രീയം മലയാളികൾക്ക് മുന്നിൽ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജനവിധി തേടും. ജനങ്ങൾ NDAയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഈ പ്രാഥമികമായ വിലയിരുത്തലിലൂടെ പറയാൻ സാധിക്കുന്നത്. അതെ, അല്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 7750 വോട്ടാണ്. അതെത്ര നിങ്ങൾ കണക്കാക്കിയാൽ മതി. 100 ആണോ? അല്ല, വർദ്ധിച്ചു എന്നുള്ള കണക്കല്ലേ. അല്ല, ഞാൻ പറഞ്ഞിട്ടുള്ളത് വോട്ടിൻ്റെ വർധനവുണ്ടാക്കാൻ സാധിച്ചത്, വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടാക്കാൻ സാധിച്ചത് ഞങ്ങൾ മാത്രമാണ്. ഇത്രയും ഈ രണ്ട് മുന്നണികൾക്കും, കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം, മുഖ്യ ഭരണകക്ഷി, ഇവർക്കൊന്നും വോട്ടിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഗണ്യമായ കുറവുണ്ടായി. മാത്രമല്ല, മതതീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമി UDFിനോടൊപ്പം ചേർന്നു, PDP LDFിനോടൊപ്പം ചേർന്നു. എന്നിട്ടും വോട്ടിംഗ് ശതമാനത്തിലും വോട്ടിങ്ങിൻ്റെ എണ്ണത്തിലും വർധനവുണ്ടാക്കാൻ സാധിച്ചില്ല. ഇരു മുന്നണികൾക്കെതിരായ ജനവിധിയല്ലേ ഇത്? അങ്ങനെയെങ്കിൽ UDFിന് 68,000 ഭൂരിപക്ഷമുണ്ട്. അതെവിടെ പോയി? അല്ല അങ്ങനെ ലോകസഭാ തെരഞ്ഞെടുപ്പിനെ നോക്കുന്ന സമയത്ത് 68,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായിരുന്നു. കോൺഗ്രസ് പറയട്ടെ, ആവിയായിപ്പോയി അത്. പക്ഷെ ഒന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കൂട്ടിക്കലർത്തണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ തൊട്ടടുത്ത നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, ഞാൻ കമ്പയർ ചെയ്തത് 2021 2025 അത് നോക്കുന്ന സമയത്ത് അല്ല, നിങ്ങളത് ആ വർധനവ് അല്ല എത്ര അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു 25,000 വോട്ടിൻ്റെ വർധന കണക്ക്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ആകെ പറഞ്ഞത് വർധനവ് വരുത്താൻ സാധിച്ച ഏക രാഷ്ട്രീയ പാർട്ടിയും ഏക മുന്നണിയും NDA. ഞാൻ ചോദിക്കും, ഇത്രയധികം കോടികൾ ചെലവഴിച്ചിട്ടും ഭരണം ദുരുപയോഗം ചെയ്തിട്ടും ജാതിയും മതവും എല്ലാം ചേർന്നിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ NDA അതിൽ യാതൊരു ഘടകകക്ഷികളിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഞങ്ങളൊരു തീവ്രവാദ സംഘടനകളുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ നോക്കണം, സ്വാഭാവികമായിട്ടും 2021 ഞാൻ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് 68,000 വോട്ട് കുറഞ്ഞു ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടാണ് ഞാൻ താരതമ്യം ചെയ്തത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കിട്ടിയ വോട്ട് കോൺഗ്രസിന് എന്തുകൊണ്ട് കുറഞ്ഞു, ഒരു 60,000 വോട്ട് കുറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അല്ല, ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഞങ്ങൾ 5,000 വോട്ട് വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് പറയാം എന്തുകൊണ്ട് 6,000 വർദ്ധിപ്പിച്ചില്ല എന്നൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അവകാശവാദം അല്ല, അതൊക്കെ ഉണ്ടാവാം, സത്യമല്ലേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൂടുതൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. അയാൾക്ക് LDFിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് 16,000. അപ്പോൾ ആരുടെ വോട്ടാണ് പിടിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞത്, ഒന്ന് LDFിന് അവരെ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞില്ല, അവരെ വോട്ട് ചോർച്ചയുണ്ടായി. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു UDFിലും വോട്ട് ചോർച്ചയുണ്ടാവും, LDFിലും വോട്ട് ചോർച്ചയുണ്ടാവും. ഞങ്ങൾക്ക് വോട്ട് കൂടും, ഞങ്ങൾ കൂടി, അവർ വോട്ട് ചോർച്ചയുണ്ടായി. ഞങ്ങളെ വിലയിരുത്തലാണ് ഇവിടെ ഈ വിധിയെഴുത്തിലൂടെ ശരിവെച്ചത്. അല്ലല്ല, നിങ്ങൾ ഒന്ന് മാധ്യമധർമ്മം എന്ന് പറഞ്ഞത് ഒരല്പത്തിൽ പാലിക്കണം. ഇന്നലെ അത് നിങ്ങൾ അല്ലല്ലല്ല, നിങ്ങളത് മുഴുവൻ ടെസ്റ്റ് കണ്ടോ? എൻ്റെ അടുത്തുണ്ട്.
നിങ്ങളെ ആ പ്രസിദ്ധീകരിച്ച ആരാണോ അവർക്ക് ആ തെറ്റ് മനസ്സിലായിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ആ ടെസ്റ്റ് മുഴുവൻ കാണും നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കിട്ടും? NDAക്ക് കിട്ടേണ്ട മുഴുവൻ വോട്ടും കിട്ടും. അയാൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ അവിടെ വെച്ച് മലയോരത്തെ മുഴുവൻ വോട്ടും കിട്ടുമോ? മലയോരത്ത് എല്ലാം ഞങ്ങളുടെ കയ്യിലല്ല. അതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ആ വോട്ട് ഒരുപക്ഷെ മറ്റു പലർക്കും കിട്ടിയേക്കാം. ഈ മലയോരത്തെ വോട്ടിനെ കുറിച്ച് മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് പക്ഷെ അത് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത് അത് മുഴുവൻ കൊടുക്കേണ്ടിയിരുന്നു. നിങ്ങൾ ഏതാണ്ട് 2 വരി കൊടുത്തിട്ട് അതിൻ്റെ മുൻപും പിൻപും തമസ്കരിക്കുന്നത് മാധ്യമധർമ്മം അല്ല എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഞങ്ങൾ ബന്ധപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അക്കാര്യം ഇന്നലെ ബോധ്യപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പിന്നീട് ആദ്യം നിങ്ങൾ ആഘോഷിച്ചെങ്കിലും രണ്ടാമത് ആ ഫുൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളതിൽ അവരെ അഭിനന്ദിക്കുന്നു. അല്ല, അതൊക്കെ ഇനി നടക്കണം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ, UDFൻ്റെ വോട്ട് ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടുപിടിച്ചിട്ടും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, UDFന് സാങ്കേതികമായ വിജയം ഉണ്ടായെങ്കിലും അത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിജയമാണ്. LDF തോറ്റു, ജമാഅത്ത് ഇസ്ലാമി വിജയിച്ചു എന്ന് വേണം കരുതാൻ. UDFൻ്റെ സാങ്കേതിക വിജയം 8 തവണ അവർ വിജയിച്ച സീറ്റാണ്, 2 തവണ നഷ്ടപ്പെട്ടു, അത് തിരിച്ചു പിടിച്ചു. അതിനപ്പുറം എന്താ? അല്ല, സ്വാഭാവികമായിട്ട് എത്ര വോട്ട് എന്നുള്ളത് ഇവർ കണക്കാക്കേണ്ടതാണ്. എത്ര വോട്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്തായാലും ജമാഅത്ത് ഇസ്ലാമി രാജ്യദ്രോഹ സംഘടനയാണെന്ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് BD സതീശൻ്റെ മുൻഗാമിയായിട്ടുള്ള ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ്. ദേശവിരുദ്ധ സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ്. ആ രമേശ് ചെന്നിത്തലയാണ് ഇപ്പം പറയുന്നത് ഇവർ രണ്ടുപേരും ജനാധിപത്യ സംഘടനയാണ്, മനുഷ്യസ്നേഹ സംഘടനയാണെന്ന് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാടിൽ ഒരു മാറ്റം വരുത്തിയതായിട്ട് അവരുടെ നേതാക്കൾ അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ പഹൽഗാം കൂട്ടക്കൊലയെ അപലപിക്കാത്ത, ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കാത്ത 2 സംഘടനകളെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു 7 മാസത്തെ MLAക്ക് വേണ്ടിയിട്ട് ഏത് ഭീകരവാദികളുമായി അവർ സഖ്യത്തിൽ ഏർപ്പെടുമെന്നതിൻ്റെ സൂചനയാണ്. ഇതാണ് ഞങ്ങൾ കേരളത്തിൽ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് VD സതീശൻ പറയേണ്ടത് ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിജയമാണ്, സതീശൻ്റെയോ UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ വിജയമല്ല, ഇടതുപക്ഷത്തിൻ്റെ പരാജയമാണ്. എനിക്കറിയാം, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഭാഗമാണ് ഇപ്പോൾ പറയുന്നത്, ഞാനത് കേട്ടിട്ടില്ല. അല്ല അത് കാണാൻ പോകുന്ന പൂരാണല്ലോ, പറഞ്ഞറിയിക്കണം. ഞങ്ങളെ കാഴ്ചപ്പാട് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും തിരസ്കരിച്ച 2 രാഷ്ട്രീയ പാർട്ടിയാണ്, ഒന്ന് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി. ഈ രണ്ട് പാർട്ടി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ തിരസ്കരിച്ച ഈ 2 രാഷ്ട്രീയ പാർട്ടികൾ ഡംപ് ചെയ്തിരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു രാഷ്ട്രീയ എന്താ പറയുക ഞാൻ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരർത്ഥത്തിൽ രാഷ്ട്രീയ മാലിന്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ മാലിന്യങ്ങളിൽ നിന്നുണ്ടാകുന്ന വൈറസാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, എല്ലാ രംഗത്തും ഉണ്ടാക്കുന്ന മാരക രോഗങ്ങൾക്കും മാറാരോഗങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണം. അവിടെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞില്ല, ഒരു സ്വച്ഛ് കേരള ആ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകും. അതുവഴി LDFനും UDFനും എതിരായിട്ട് NDA സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. തീർച്ചയായും അദ്ദേഹത്തിന് പിന്നെ ഈ GS ഏതായാലും VD ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതൊരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ IND സഖ്യം ഒരുമിച്ച് മത്സരിക്കുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് LDFനും UDFനും കിട്ടുന്ന ആകെ സീറ്റിനെ കുറിച്ചാണോ അയാൾ ഉദ്ദേശിച്ചത്? എനിക്കറിയാം എന്താ ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല. കാരണം BJP ശക്തിപ്പെടുമ്പോഴൊക്കെ അവിടെ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി ഒന്നാവും. കാരണം ദേശീയ തലത്തിൽ IND സഖ്യം, തമിഴ്നാട്ടിൽ IND സഖ്യമുണ്ട്, കർണാടകത്തിൽ IND സഖ്യമുണ്ട്. കാരണം സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിനെ കൈകോർക്കാൻ പോയ ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അവിടെ കർണാടകത്തിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് നേതാക്കന്മാരുമായി കൈകോർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതേപോലെ കോൺഗ്രസ്സിന്
മാർക്സിസ്റ്റ് പാർട്ടിയുമായി കർണാടകത്തിലും തമിഴ്നാട്ടിലും കൈകോർക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനും കൈകോർക്കുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ ഒരു കൈ കോർക്കണം. തമിഴ്നാട്ടിലാവാം, കർണാടകത്തിലാവാം, കേരളത്തിലാകാൻ പാടില്ല എന്ന് പറയുന്നില്ലെന്ന അർത്ഥം. ഇതിലെ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള വികസനത്തിൻ്റെ രാഷ്ട്രീയം അവതരിപ്പിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം കേരള രാഷ്ട്രീയ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തും. ആ മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ള പ്രേരണ പ്രചോദനം ഞങ്ങൾക്ക് നിലമ്പൂർ ബൈ ഇലക്ഷൻ വിധിയിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് എല്ലാവരോടൊപ്പം എല്ലാവർക്കും, എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, ഞങ്ങളുടെ ലക്ഷ്യം. സ്വാഭാവികമായിട്ടും വികസിത കേരളം എന്നുള്ള ഞങ്ങളുടെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണം എന്നുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ, മലയാളികളുടെ മുന്നിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവതരിപ്പിക്കും. അതിന് ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അതൊക്കെ അല്ല, ഇത് ഒരു കാര്യം ഉറപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ പറയുന്നു, ഈ 7 മാസത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് അനാവശ്യമായിരുന്നു, ജനങ്ങളെ തലയിൽ അടിച്ചേൽപ്പിച്ചതാണ്. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യത്തോട് വിശ്വാസമുള്ളത് കൊണ്ട് ഞങ്ങളും സ്ഥാനാർത്ഥിയെ നിർത്തി, ജനങ്ങളും വോട്ട് ചെയ്യാൻ തയ്യാറായി. ഇവരുടെ ജനാധിപത്യ വിരുദ്ധത അതാണ്. നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വർഷത്തിനിടെ 3 തെരഞ്ഞെടുപ്പിനാണ് നേരിട്ടത്. ഒന്ന് ലോക്സഭ പൊതു തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാം നമുക്ക്. ഒന്ന് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്, അതിൻ്റെ കാരണക്കാർ UDF. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാരണക്കാർ LDF. ഇവരുടെ ജനാധിപത്യ വിരുദ്ധത ആണ് ഈ ആവശ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ തടയാൻ അടിച്ചേൽപ്പിച്ചത്. പക്ഷെ അവർ ജനാധിപത്യ വിരുദ്ധരാണെങ്കിലും ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ്. അവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി. ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളാണ്, അവർ വോട്ട് രേഖപ്പെടുത്തി. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അൻവർ എന്നുള്ളതൊരു വ്യക്തിപരമായിട്ടുള്ളതാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ആ നിലമ്പൂരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രതിഭാസം. ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് രണ്ടുപേരുടെയും പ്രചരണം ആൻറ്റി LDF ആൻറ്റി UDF ആയിരുന്നു. പിണറായി, അത് ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ ഒരു ഭാഷ ഞാൻ പറഞ്ഞല്ലോ, 75% പിണറായിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായ വ്യത്യാസം 100% പിണറായിയാണ് വി ഡി സതീശനാണ്. ആ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും 2 ദിവസത്തിനെതിരായിട്ടാണ് അയാൾ പ്രചാരണം നടത്തിയത്. ശരിയാണല്ലോ, എനിക്കല്ല, മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടതാണ്. സ്വാഭാവികമായത് അദ്ദേഹമാണ് അതിൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത്. അദ്ദേഹം എന്തെങ്കിലും അതിനനുകൂലമായ അഭിപ്രായം പ്രകടിപ്പിച്ചാൽ BJPയുടെയും NDAയുടെയും സംസ്ഥാന നേതൃത്വം അതിനെക്കുറിച്ച് ആലോചിക്കും. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ എല്ലാവരും എതിർക്കുന്നത് ഒരു വ്യക്തിയല്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ എതിർക്കുന്നതും മുഖ്യമന്ത്രിയെ എതിർക്കുന്നതും അവർ പ്രതിദാനം ചെയ്യുന്ന ആശയത്തെയാണ്, അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ്. അത് ഞങ്ങൾ എതിർക്കുന്നത്. അതിന് എന്ത് പേര് കൊടുക്കുക വേണമെങ്കിൽ, പിന്നെ സതീശനിസെന്നോ പിണറായിസെന്നോ എന്ത് പേര് കൊടുത്താലും അവർ ഉയർത്തിപ്പിടിക്കുന്ന ജനവിരുദ്ധ, ജനാധിപത്യ വിരുദ്ധ, ദേശവിരുദ്ധ, വികസന വിരുദ്ധ രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതായത് ശ്രീമാൻ പിണറായി വിജയനായാലും ശരി, ശ്രീമാൻ വി ഡി സതീശനായാലും ശരി, അവർ ദേശവിരുദ്ധതയുടെ പ്രതീകമാണ്, ജനവിരുദ്ധതയുടെയും ജനാധിപത്യ വിരുദ്ധതയുടെയും പ്രതീകമാണ്, വികസന വിരുദ്ധതയുടെ പ്രതീകമാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ ദേശീയയുടെ പക്ഷത്താണ്, ഞങ്ങൾ വികസനത്തിൻ്റെ പക്ഷത്താണ്, ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ പക്ഷത്താണ്. അത് 11 കൊല്ലം ജനങ്ങൾക്ക് മനസ്സിലായതാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ. അതെല്ലാം ബാധിക്കും. ഈ LDFൻ്റെ പിന്നെ ജനവിരുദ്ധ നയത്തിൽ, ജനദ്രോഹ നയത്തിൽ, ഈ ദേശവിരുദ്ധ നിലപാടിൽ ഇതെല്ലാം വരും. സ്വാഭാവികമല്ലേ? അതൊഴിച്ചു നിർത്തി ബാക്കിയൊക്കെ വന്നു, ഇത് വന്നില്ല എന്ന് പറയാൻ സാധ്യമല്ലല്ലോ. എല്ലാം വന്നിട്ടുണ്ടാകാം. UDFിൽ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുകൂടിയിട്ട് അവരെ വോട്ട് കുറഞ്ഞല്ലോ, ഞങ്ങളെ വോട്ട് കൂടിയല്ലോ. പിന്നെ നിങ്ങളെങ്ങനെ അങ്ങ് പറയാൻ സാധിക്കുക? ഇപ്പോൾ UDFന് വോട്ട് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിട്ട് തനി
തീവ്രവാദ സംഘടന, ലക്ഷണമൊത്ത ഭീകര സംഘടനയെ കൂട്ടുപിടിച്ചിട്ടും അവർക്ക് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറഞ്ഞു. പിന്നെ എങ്ങനെയെങ്കിലും ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ തർക്കത്തിനെങ്കിലും ചോദിക്കാൻ സാധിക്കുക? എനിക്ക് സാധിക്കില്ല. അതൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്, അതും ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇപ്പം നിലമ്പൂരിൽ ജനവിധി വന്നിരിക്കുക, അതിനെക്കുറിച്ചുള്ള വിശകലനവും വിലയിരുത്തലാണ് നിങ്ങൾ നടത്തുന്നത്. ഏത് അല്ല, അങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ടെങ്കിൽ LDFിൻ്റെ വോട്ട് താഴോട്ട് പോവില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രതിഫലിച്ചോ ഇല്ലയോ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഞങ്ങളുടെ വോട്ടിലൊരു കുറവ് സംഭവിച്ചിട്ടില്ല, LDFിൻ്റെ വോട്ടിൽ കുറവ് സംഭവിച്ചു. അത് എങ്ങോട്ട് പോയി എന്നുള്ളത് ഇനി അടുത്ത് നമ്മുടെ തുടർന്നുള്ള വിശകലനത്തിലും വിലയിരുത്തലും മാത്രമേ സാധിക്കൂ. ഇനി UDFിൻ്റെ വോട്ട്, ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ട് എത്രയായാലും അത് ജമാഅത്ത് ഇസ്ലാമിയാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് ഇത്ര വോട്ട് ഞങ്ങൾ UDFിന് കൊടുത്തിട്ടുണ്ട്, കൈപ്പത്തി കുത്തിയിട്ടുണ്ട് എന്നൊക്കെ അവരാ പറയേണ്ടത്. അപ്പോൾ അതെത്ര വന്നാലും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വോട്ട് ചോർച്ചയെക്കുറിച്ച് UDFും LDFും അന്വേഷണ കമ്മീഷൻ നിശ്ചയിക്കണം. ഞങ്ങൾ ആദ്യം പറഞ്ഞതാ, ഞങ്ങളിപ്പോൾ ആവർത്തിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ UDFിനും LDFിനും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് ഗണ്യമായ വോട്ട് ചോർച്ചയാണ്. രണ്ട് മുന്നണിയും അതോടൊപ്പം തന്നെ രണ്ട് പാർട്ടികൾ, ഇത് കോൺഗ്രസും CPMും ഈ വോട്ട് ചോർച്ചയെക്കുറിച്ച് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണം, നിശ്ചയിക്കണം, ജനങ്ങളോട് പറയണം എവിടെയാണ് പോയതെന്നുള്ളത്. അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ നമ്മുടെ ഇന്നലെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതൊക്കെ നാളെ നമുക്ക് ഇനിയും ഉണ്ടല്ലോ പറയാൻ. ഇന്നിപ്പോൾ നിലമ്പൂരിനെ കുറിച്ച്, ജനവിധിയെക്കുറിച്ച് എന്താ ഉള്ളത്? ഓക്കെ. ഈ പത്രസമ്മേളനത്തിൽ BJPയുടെ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് TP ജയനന്ദൻ മാസ്റ്റർ കൂടി ഉണ്ട്. ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ TC മനോജ്, AC ഗംഗാധരൻ കൂടിയുണ്ട്. ജയചന്ദ്രൻ മാസ്റ്റർ നേരത്തെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനായിരുന്നു. ഇപ്പം കോഴിക്കോട്, അതുപോലെ കണ്ണൂർ, കാസർഗോഡ് ഈ 3 റവന്യൂ ജില്ലകളെ ഉൾപ്പെടുന്ന മേഖലയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നു.